ക്ലാസ്സിലെ മാത്സ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കാനാണ്. സോ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഈ ലെസണിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അഥവാ റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ. ഓക്കെ, അതിൽ രണ്ടാമത് വരുന്നതാണ് എന്ത്? കോഡ്, ആർക്ക് ആൻഡ് ആംഗിൾ ഇൻ എ സർക്കിൾ. കോഡ്, ആർക്ക് ആൻഡ് ആംഗിൾ ഇൻ എ സർക്കിൾ. അതിൽ മൂന്നാമത് വരുന്നത് കോഡിലാറ്ററൽ ആൻഡ് സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളും കോഡിലാറ്ററലും. ഓക്കെ, അതിൽ നാലാമത് വരുന്നതാണ് ടു കോഡ്സ്. ഓക്കെ, ഈ 4 ടോപ്പിക്കുകളാണ് എന്ത് വരുന്നത്? സർക്കിൾ എന്നതിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 ടോപ്പിക്കുകളാണ് സർക്കിൾ എന്ന പടത്തിൽ വരുന്നത്. സോ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ എന്ന പടത്തിലേക്ക് ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു ലോ അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദാറ്റ് ഈസ്, ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിന് ഒരു ഡയമീറ്റർ ഉണ്ടാവും. നമുക്കറിയാം ഒരു റേഡിയസ് ഉണ്ടാവും. ഈ റേഡിയസ് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡയമീറ്റർ കിട്ടും. അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചാണ് വാട്ട് ഈസ് ഡയമീറ്ററും കാര്യങ്ങളൊക്കെ. സോ ഈ ഡയമീറ്റർ മീറ്റപ്പ് ചെയ്യുന്ന എന്ന് വെച്ചാൽ സർക്കിളിൽ മീറ്റപ്പ് ചെയ്യുന്ന 2 പോയിന്റിൽ നിന്നും 2 ലൈൻസ് നമ്മൾ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ കൂട്ടി വരച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, അഥവാ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യാണ്, അതിൽ നമ്മളൊരു ഡയമീറ്റർ കൺസിഡർ ചെയ്യാണ്. ഈ ഡയമീറ്ററിന്റെ 2 പോയിന്റിൽ നിന്നും വരക്കുന്ന ലൈനുകൾ മീറ്റപ്പ് ചെയ്യുന്നത് ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലാണെങ്കിൽ, അഥവാ സർക്കിളിന്റെ വരച്ചിരിക്കുന്ന ഒരു പോയിന്റിലാണെങ്കിൽ ആ പോയിന്റ് മീറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആംഗിൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ആ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. സോ ഇനി എന്ത് ചെയ്യാം? അതിന്റെ പ്രൂഫിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് ആ സ്ക്രീനിലേക്ക് കിടക്കാം. നമുക്കിത് റൈറ്റ് ആംഗിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സെമി സർക്കിളിൽ വരുന്ന പോയിന്റിലേക്ക് ഒരു ഡയമീറ്ററിൻ്റെ 2 എൻഡിൽ നിന്നും ലൈൻസുകൾ വരച്ച് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? AB എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ വരക്കുന്നു. ഈ AB വരച്ചതിന് ശേഷം നമ്മൾ സർക്കിളിൻ്റെ മുകളിലായിട്ട് സർക്കിളിൻ്റെ വരച്ച പൊസിഷനിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഡയമീറ്ററിൻ്റെ 2 സൈഡിൽ നിന്നും ഒരു ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഫോം ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ സെൻറ്ററിൽ നിന്നും ഒരു ലൈനും കൂടെ വരക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് AB-യും മറ്റേ ആംഗിൾ C-യുമാണ്. നമ്മൾ സെൻറ്ററായിട്ട് എടുത്ത റേഡിയസ് വരച്ചിട്ടുള്ള സെൻറ്ററായിട്ട് O എന്നും കൂടെ എടുത്താൽ നമുക്കിവിടുന്ന് മനസ്സിലാവും OA എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അതുപോലെ OB എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അതുപോലെ തന്നെ OC എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. സോ ഇവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ട് OB OC എന്ന് പറയുന്നത് റേഡിയസ് ആയതുകൊണ്ട് തന്നെ OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്? ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. കാരണം 2 സൈഡ് ഈക്വൽ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ 2 സൈഡും മീറ്റപ്പ് ചെയ്തുണ്ടാകുന്ന ആ ആംഗിൾ ഉണ്ടല്ലോ, അഥവാ ആംഗിൾ OCB ആൻഡ് ആംഗിൾ OBC, ഈ 2 ആംഗിളും സെയിം ആയിരിക്കും. സോ നമുക്കതിനെ X എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കതിനെ X എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും എന്താണ്? റേഡിയസ് ആണ്. OA ഈക്വൽ ടു OC ഈക്വൽ ടു R എന്നാണ്. സോ എന്ത് ചെയ്തിട്ടുണ്ട്? ആംഗിൾ OCAയും ആംഗിൾ OACയും തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. സോ അതിന് നമ്മൾ Y എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തമായിട്ടുള്ള അതിൻ്റെ 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന 3 ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ABC എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? X ആണ്. സോ X പ്ലസ്, പിന്നെ BAC എന്ന് പറയുന്നത് Y ആണ്. സോ X പ്ലസ് Y പ്ലസ്, പിന്നെ ആംഗിൾ ACB എന്ന് പറയുന്നത് X പ്ലസ് Y ആണ്. സോ X പ്ലസ് Y പ്ലസ് X പ്ലസ് Y. സോ അങ്ങനെ വരുന്ന ടൈമിൽ എന്താവും? X പ്ലസ് Y പ്ലസ് X പ്ലസ് Y ഇസ് ഈക്വൽ ടു 2X പ്ലസ് Y എന്താണ്? 2X പ്ലസ് Y ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. സോ X പ്ലസ് Y എന്താണ്? 180 ഡിഗ്രി ബൈ 2 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ X പ്ലസ് Y 90 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ X പ്ലസ് Y എവിടെ വരുന്നത്? നമ്മുടെ സർക്കിളിൽ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്ന ആംഗിളാണ് X പ്ലസ് Y ആയിട്ട് വരുന്നത്. ചെയ്തിട്ടുണ്ട്. അതിനൊരു പോയിന്റ്, മെയിൻ പോയിന്റ് ആയിട്ട് ഒരു പ്രൂഫ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് റൈറ്റ്, അഥവാ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യാം? അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കടക്കാം. ഇനി വരുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സർക്കിളിൽ വരുന്ന ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞത്. അഥവാ ഇനി ആ ആംഗിൾ സർക്കിളിന്റെ ഉള്ളിൽ വരികയാണെങ്കിലോ?
മനസ്സിലായോ? എന്ന് വെച്ചാൽ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും മീറ്റപ്പ് ചെയ്യുന്ന പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണ് മീറ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ എന്തായിരിക്കും? നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അഥവാ അതെന്ത് ചെയ്യും? നമ്മുടെ ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് ആ ആംഗിൾ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ വലുതായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് മോർ ദാൻ 90 ഡിഗ്രി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ആംഗിൾ ഇപ്പോൾ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി ആ ആംഗിൾ ഒരു സർക്കിളിന്റെ പുറത്താണ് ക്രിയേറ്റ് ആവുന്നതെന്നുണ്ടെങ്കിലോ, അഥവാ നമ്മൾ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിൽക്കുന്ന വരച്ചു വരുന്ന ഒരു പോയിന്റ് സർക്കിളിന്റെ ഔട്ടർ പൊസിഷനിലാണ് അത് ക്രിയേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഇവോൾവ് ആവുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, 90 എന്ന് വെച്ചാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അഥവാ ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡയമീറ്ററിൽ നിന്നും മീറ്റപ്പ് ചെയ്യുന്ന പോയിന്റ് ഉള്ളിലാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഒരു 90 ഡിഗ്രിയേക്കാളും വലുതായിട്ടുള്ള ഒരു ആംഗിൾ ആയിരിക്കും. സർക്കിളിന്റെ പുറത്താണ് ആ ആംഗിൾ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ ചെറുതായിട്ടുള്ള ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് തന്നെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പറയുന്ന അത് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു വേറെ മെത്തഡ് അല്ലെങ്കിൽ വേറെ മോഡലായിട്ടാണ് പറയുന്നത്. അഥവാ ഒരു സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാം. ആ പോയിന്റ് ചൂസ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ സാധാരണയായിട്ട് ഒരു ലൈന് വരക്കുന്നു. ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളിന്റെ ഉള്ളിലൂടെ വേറൊരു ലൈന് വരച്ചാൽ അത് മീറ്റപ്പ് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ കൂട്ടിച്ചേർത്താൽ അത് ഡയമീറ്റർ ആയിരിക്കും. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഡയമീറ്ററിൽ നിന്നും പോകുന്ന രണ്ട് പോയിന്റുകൾ സർക്കിളിൽ മീറ്റപ്പ് ചെയ്താൽ 90 ഡിഗ്രി ആയിരിക്കും. അത് നേരെ വിപരീതമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ 90 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ രണ്ട് ലൈൻസ് ഒരു സർക്കിളിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡയമീറ്റർ ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ എന്ത് ചെയ്യാം, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. ഓക്കെ, കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. വാട്ട് ഈസ് മീൻ ബൈ കോഡ്? നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് നീട്ടി വരച്ചാൽ കിട്ടുന്നതാണ് ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിൽ സാധാരണ ഒരു ലൈൻ വരക്കാം. ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡയമീറ്റർ അല്ലാത്തൊരു പൊസിഷനിൽ ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ദാറ്റ് ഈസ് മീൻ ബൈ കോഡ്. ഒരു സർക്കിളിൽ ഡയമീറ്റർ അല്ലാതെ റേഡിയസ് നീട്ടി വരച്ചതല്ലാതെ വേറൊരു ജസ്റ്റ് ഒരു ലൈന് രണ്ട് പോയിന്റ് തട്ടുന്ന രീതിയിൽ വരക്കുന്നതിനാണ് കോഡ് എന്ന് പറയുന്നത്. സോ ഈ കോഡിൽ നിന്നുമാണ് അടുത്ത മെയിൻ പോയിന്റ് വരുന്നത്. സോ അതിലേക്ക് കിടക്കാം. ഒരു കോഡ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കിൾ വരച്ച് അതിലൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ഈ കോഡിന്റെ രണ്ട് എൻഡിൽ നിന്നും നമ്മുടെ സർക്കിളിന്റെ ഏതൊരു പോർഷനിലേക്ക് വരച്ചാലും, ഈ സർക്കിളിന്റെ ഏതൊരു പോർഷനിലേക്കും രണ്ട് എൻഡിൽ നിന്നും നീട്ടി വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പൊസിഷനിലേക്കും അഥവാ ഈ സർക്കിളിന്റെ ഏതൊരു പൊസിഷനിലേക്കും വരച്ചാൽ കിട്ടുന്ന ആംഗിളും തുല്യമായിരിക്കും. സോ എന്ത് ചെയ്യുക, നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്യാം. സോ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക, അതിലൊരു കോഡ് വരക്കുക. ഈ കോഡിന്റെ രണ്ട് എൻഡിൽ നിന്നും രണ്ട് ലൈൻ എന്ത് ചെയ്യുക, സർക്കിളിൽ മീറ്റപ്പ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞൊരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നിന്നും കുറച്ച് താഴെയോ സൈഡൊക്കെ ആയിട്ട് വേറൊരു പോയിന്റ് വരച്ചിട്ട് അവിടെ നിന്നും എന്ത് ചെയ്യുക, ഈ കോഡിലേക്ക് രണ്ട് എൻഡിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്ന ആംഗിൾ തന്നെയായിരിക്കും കിട്ടുക. സോ അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, ഒരു കോഡിൽ നിന്നും രണ്ട് പോയിന്റിൽ നിന്നും രണ്ട് ലൈന് മീറ്റപ്പ്, ഒരു സർക്കിളിൽ മീറ്റപ്പ് ചെയ്യുന്ന പോയിന്റിൽ കിട്ടുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ അത് ഏതൊരു പൊസിഷനിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാലും അതെന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? സോ ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇതിൽ വരുന്നത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് സർക്കിളിൽ നിന്നും ഒരു കോഡിൽ നിന്നും വരയ്ക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ഇതുപോലെ തന്നെ ഒരു സർക്കിൾ വരക്കുന്നു, അതിലൊരു കോഡ് നമ്മൾ വരക്കുന്നു. ഈ കോഡിൽ നിന്നും എന്ത് ചെയ്യുന്നു, രണ്ട് എൻഡിൽ നിന്നും നമ്മൾ സർക്കിളിലേക്ക് ഒരു പോയിന്റിലേക്ക് വരച്ച് ഒരു ആംഗിളും കാര്യങ്ങളും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും നമ്മൾ ഈ കോഡിലേക്ക് വരക്കുന്ന ഈ മൂന്ന് പൊസിഷൻ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് മൂന്ന് ആംഗിൾ കിട്ടണം. ഈ മൂന്ന് ആംഗിളിലേക്കും വരക്കുന്ന ടൈമിൽ നമുക്കൊരു സെൻട്രൽ ആംഗിൾ കിട്ടും. ഈ സെൻട്രൽ ആംഗിളും അതുപോലെ അവിടെ ഫോം ചെയ്യുന്ന മേളത്തെ ആംഗിളും തമ്മിൽ വല്ല റിലേഷനും ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും വെച്ചിട്ടാണ് അത് പറയുന്നത്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. ഒരു സർക്കിളിൽ നേരത്തെ വരച്ച ഫിഗർ പോലെ വരച്ച് കഴിഞ്ഞാൽ, അഥവാ മൂന്ന് കോഡുകൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെൻട്രൽ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിളും മേലെ ഫോം ചെയ്യുന്ന ആംഗിളും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടെന്ന് നോക്കുന്നത്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ ഫിഗർ തന്നെ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് ആംഗിൾ കിട്ടും, എം എൻ സി എന്ന് പറയുന്ന ആംഗിൾ. സോ നമ്മൾ എം എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ വരുന്ന ട്രയാംഗിൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും.
അതിൻ്റെ 2 സൈഡ് റേഡിയസാണ് വരുന്നത്. സോ നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന 2 ആംഗിളിനെയും y എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള n എന്ന് പറഞ്ഞ ആംഗിൾ സെൻട്രൽ ആംഗിളായിട്ട് വരുന്ന ട്രയാങ്കിൾ എടുത്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും അവിടെയും 2 സൈഡുകൾ എന്താണ് വരുന്നത്, സെയിം ആണ് വരുന്നത്, ഐസോസ്സെലസ് ട്രയാങ്കിളാണ്. സോ ആ 2 ആംഗിളിനെയും നമ്മൾ x എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ 2 ആംഗിളും കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ സെൻട്രൽ ആംഗിൾ മൊത്തമായിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ അത് 360 ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഇന്നറിലെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കറിയാം m ഈക്വൽ ടു എന്താണ്, m എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കും, 180 മൈനസ് 2y ആയിരിക്കും അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ 3 ഭാഗം കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്ന ആംഗിൾ എത്ര വരുന്നത്, 180 മൈനസ് 2x ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുന്നു, 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, c ആംഗിൾ പ്ലസ് m ആംഗിൾ പ്ലസ് n ആംഗിളാണ്. അതിൽ c ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ c പ്ലസ് m ആംഗിളും n ആംഗിളും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 180 മൈനസ് 2y പ്ലസ് 180 മൈനസ് 2x ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ c പ്ലസ് 360 മൈനസ് 2y മൈനസ് 2x ഈക്വൽ ടു c പ്ലസ് 360 മൈനസ് 2y മൈനസ് 2x ഈസ് ഈക്വൽ ടു 360 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക, ഈ പ്ലസ് 360യെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 360 ആവും, അത് 0 ആവും. സോ c മൈനസ് 2y മൈനസ് 2x ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ c ഈക്വൽ ടു എന്താണ്, ഈ സിയെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മൈനസ് c ഈക്വൽ ടു എന്താണ്, മൈനസ് 2y മൈനസ് 2x ആണ്. സോ മൈനസ് കൊണ്ട് എല്ലാ ടേമിനെയും ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, c ഈക്വൽ ടു 2y പ്ലസ് 2x എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിൽ നിന്നും 2നെ പുറത്തെടുക്കുക, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു c എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താണ്, c/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ കിട്ടും. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്, നമുക്ക് മേലെ ഫോം ചെയ്യുന്ന ആംഗിൾ അതെന്തായിരിക്കും, c/2 സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. സോ ഇത്രയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് ഈ പ്രൂഫും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ആയിട്ട് c നമുക്ക് കിട്ടുന്ന ടൈമിൽ അതിൽ നിന്നും ഫോം ചെയ്യുന്ന മേലത്തെ ആംഗിൾ എന്തായിരിക്കും, c/2 ആയിരിക്കും, അഥവാ ഹാഫ് c ആയിരിക്കും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സർക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളത് മേലോട്ടാണ് വരച്ചത്, ഇത് ഏതൊരു പൊസിഷനിലേക്ക് വന്നാലും ഇത് തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷൻ, ഈ 2 ലൈനിൽ നിന്നും വരുന്ന പൊസിഷൻ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ലോവറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണോ എന്നുള്ളതാണ് അടുത്ത റിലേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ അതിലേക്ക് കടക്കാം. അപ്പോൾ AB എന്ന കോഡിൽ നിന്ന് സർക്കിളിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് വരച്ചാലും c/2 എന്ന പ്രപ്പോർഷനിലാണ് ആംഗിൾ വരുന്നത് എന്നുള്ള പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ AB എന്ന കോഡ് എടുത്തിട്ടുണ്ട്. ആ കോഡിൽ നിന്നും C എന്ന സെൻട്രൽ ആംഗിൾ ചെയ്തിട്ടുണ്ട്. അതിൽ സർക്കിളിൽ P എന്നൊരു പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് അവിടേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, 2 ലൈൻസ് മുട്ടിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് OP എന്ന് പറയുന്ന ഒരു ലൈൻ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വരക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ആംഗിൾ OPA എന്ത് ചെയ്തിട്ടുണ്ട്, ആംഗിൾ OPA നമ്മൾ X ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ OPB എന്തായിട്ടുണ്ട്, നമ്മൾ Y എന്ന ആംഗിളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഫിഗറിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, OPB എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ആംഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ OPയും OBയും റേഡിയസ് ആണ്. സോ നമ്മൾ ആംഗിൾ OPB എന്ത് ചെയ്തിട്ടുണ്ട്, Y എടുത്തിട്ടുണ്ട്. സോ OBP എന്താണ്, Y തന്നെയാണ്. അപ്പോൾ ആംഗിൾ POB അഥവാ സെൻട്രൽ ആംഗിളുടെ ഒരു ചെറിയ പോർഷനായിട്ട് വരുന്ന ആ ആംഗിൾ POB എന്താണ് വരുന്നത്, 180 മൈനസ് 2y ആണ് വരുന്നത്. അങ്ങനെ അത് 180 മൈനസ് 2y ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലുള്ള വലിയ OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. OAB കൺസിഡർ ചെയ്യുന്ന ടൈമിൽ എന്താ വരുന്നത്, നമുക്ക് ആംഗിൾ നമ്മൾ OAB അല്ല OAP ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ OAയും OPയും റേഡിയസ് ആണ്. സോ അതൊരു ഐസോസ്റ്റസ് ട്രയാങ്കിൾ ആണ്. സോ ആംഗിൾ OAP ഈസ് ഈക്വൽ ടു ആംഗിൾ OPA ഈസ് ഈക്വൽ ടു X ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യുന്നു, ആംഗിൾ AOB എന്തായിരുന്നു, 180 മൈനസ് 2x എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ 180 മൈനസ് 2x എന്ന് നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളായിട്ടുള്ള ആംഗിൾ APB എന്ന് പറയുന്നത് എന്താണ്, y ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രിയാണ്, y മൈനസ് എക്സ് ഡിഗ്രിയാണ്. സോ y മൈനസ് എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ.
സോ നമുക്ക് എന്ത് മനസ്സിലായിട്ടുള്ളത് വൈ മൈനസ് എക്സ് ഡിഗ്രിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സി ഈക്വൽ ടു എന്താണ് 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. സി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ 180 മൈനസ് 2x എന്ന് പറയുന്ന ഫുള്ളായിട്ടുള്ള ആംഗിളാണ്. ആ ആംഗിളിൽ നിന്നും ചെറിയ ആംഗിളായിട്ടുള്ള 180 മൈനസ് 2y എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 2 ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നൊരു ഇക്വേഷനിലേക്ക് കിട്ടും. നമുക്കറിയാം 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y എന്ന് പറയുമ്പോൾ 180 180 എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. പിന്നെ മൈനസ് 2x മൈനസ് 2y എന്നേ ഉണ്ടാവുള്ളൂ. സോ അതിൽ നിന്ന് എന്ത് ചെയ്യുക? 2 പുറത്തേക്ക് എടുക്കുക. സോ എന്ത് ചെയ്യും? 2y മൈനസ് 2x എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടും. സോ ഇവിടെ എന്തായി? ഈ സി എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ അഥവാ സെൻട്രൽ ആംഗിൾ എന്തായി? സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ ഇവിടുന്ന് നമുക്ക് 2 എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ വൈ മൈനസ് എക്സ് അഥവാ ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് സി ഡിഗ്രി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളും വരുന്നത്. ഇനി അടുത്തതായിട്ടുള്ളൊരു റിലേഷനും കാര്യങ്ങളും പഠിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെൻട്രലായിട്ട് നമ്മളൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും നമ്മളൊരു സർക്കിളിലേക്ക് 2 വര വരയ്ക്കുന്നു. അതിൽ നിന്നൊരു കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു. അഥവാ ഒരു കോഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻട്രലിലേക്ക് വരച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ അറ്റത്തിൽ നിന്ന് അടിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ലൈനിന്റെ കോഡിന്റെ താഴത്തേക്കും നമ്മൾ 2 ലൈന് വെച്ച് മീറ്റപ്പ് ചെയ്ത് ഒരു ആംഗിൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളും സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. ഈ ഫിഗർ കൺസിഡർ ചെയ്യുക. ഈ ഫിഗറിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഫിഗറിൽ ഞാൻ കാണിച്ചു തന്ന പോലെ നമ്മൾ എ ഒ ബി എന്ന് പറയുന്ന ആംഗിളാണ് നമ്മൾ സെൻട്രൽ ആംഗിളായിട്ട് സി ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനോട് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ആ കോഡിൻ്റെ അതേപോലെ ഒ ക്യു എന്ന് പറയുന്നൊരു ലൈനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കിട്ടും ഒ എയും ഒ ക്യൂവും എന്താ റേഡിയസ് ആണ്. സോ ആംഗിൾ എയും ക്യൂവും അതിൽ എക്സ് ഡിഗ്രി ആയിട്ട് വരും. അതുപോലെ ഒ ക്യൂയും ഒ ബിയും എന്താണ്? റേഡിയസ് ആണ്. സോ അതിൽ ആംഗിൾ ക്യൂയും ബിയും എന്തായിട്ടും വൈ ഡിഗ്രി ആയിട്ട് വരും. സോ ആ 2 ചെറിയ ട്രയാങ്കിളിൻ്റെ സെൻട്രൽ ആംഗിളായിട്ട് വരുന്ന മേലത്തെ ഒ ആംഗിളിൽ വരുന്നത് ഒന്ന് ഒ ക്യു ഒയിൽ വരുന്നത്, അതിൽ ആംഗിൾ എ ഒ ക്യൂവിൽ വരുന്നത് 180 മൈനസ് 2x ഡിഗ്രിയാണ്. മറ്റേ ആംഗിൾ വരുന്നത് 180 മൈനസ് 2y ഡിഗ്രിയാണ്. സോ എന്ത് ചെയ്യുക? ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിലേക്ക് എത്തുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, സോ നമുക്ക് അടിയത്തെ ഡിഗ്രി മനസ്സിലായി, എക്സ് പ്ലസ് വൈ ആണ്. സോ എന്താണ്? സി ഈസ് ഈക്വൽ ടു എന്താണ്? 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y ആണ് അല്ലേ. നമ്മൾ ആ വലിയ സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ചെറിയ 2 സെൻട്രൽ ആംഗിൾ സമ്മ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. 180 എന്ത് ചെയ്യും? 360 എന്ന് കിട്ടും. സോ ആ 360 എന്ത് ചെയ്യുക? നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 360 മൈനസ് സി എന്ന് വരും. സോ ആംഗിൾ എ ക്യൂ ബി ഇസ് ഈക്വൽ ടു അഥവാ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും? 360 മൈനസ് സി ഹോൾ ഡിവൈഡഡ് ബൈ 2 അഥവാ 180 മൈനസ് ഹാഫ് സി ഓർ 180 മൈനസ് സി ബൈ 2 എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. ഇതാണ് ഇതിൽ വരുന്ന അഥവാ നമ്മൾ സെൻട്രൽ ആംഗിളും അതിൻ്റെ താഴത്തേക്ക് വരുന്ന നമ്മൾ ഈ കോഡിൻ്റെ താഴത്തേക്ക് വരക്കുന്ന ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ സി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ അഥവാ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ കോഡിൽ നിന്നും ലോവർ ആയിട്ട് വരച്ച ആംഗിൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഹാഫ് സി 180 മൈനസ് സി ബൈ 2. ഓക്കെ, 180 മൈനസ് സി ബൈ 2 ആയിട്ടാണ് എന്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ലോവർ ആയിട്ടുള്ള ആംഗിൾ 180 മൈനസ് സി ബൈ 2 കിട്ടുകയാണെങ്കിൽ ഇതേ കോഡിൽ നിന്നും മേലോട്ട് വരച്ചൊരു ആംഗിളും അതുപോലെ ആ കോഡിൽ നിന്നും താഴത്തോട്ട് വരച്ച ഈ ആംഗിളും തമ്മിൽ വല്ല റിലേഷനും ഉണ്ടോ? നമുക്കത് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രൽ ആംഗിൾ സി ആയിട്ട് എടുക്കുകയാണെങ്കിൽ മേലത്തെ ആംഗിൾ എന്താണ്? സി ബൈ 2 ആണ് അല്ലേ. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ് സി ബൈ 2 ആണ്. അപ്പോൾ അടിയത്തെ ആംഗിൾ ആയിട്ട് ലോവർ ആംഗിൾ എന്താണ് വരുന്നത്? 180 മൈനസ് സി ബൈ 2 ആണ്. സോ ദേ ആർ എന്താണ്? സോ ആ മേലത്തെ ആംഗിളും ലോവർ ആംഗിളും എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. മനസ്സിലായില്ലേ? ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് എടുക്കാം. നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. അത് നമ്മളൊരു എന്ത് ചെയ്യുന്നു? ഒരു കോഡ് വരയ്ക്കുന്നു. ആ കോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മളൊരു 120 ഡിഗ്രി ആംഗിൾ എന്ത് ചെയ്യുന്നു? സെൻട്രൽ ആംഗിൾ ആയിട്ട് ഒരു ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ ആ സി എത്രയാണ്? 120 ഡിഗ്രി ആണെങ്കിൽ അതിൽ നിന്നും നമ്മൾ അപ്പറിലേക്ക് വരക്കുന്ന ആ കോഡിന്റെ 2 എൻഡിൽ നിന്നും അപ്പറിലേക്ക് വരക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 120/2 അഥവാ 60 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അങ്ങനെ അത് 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ കോഡിൽ നിന്നും താഴത്തോട്ട് വരക്കുന്ന ഒരു മീറ്റർ ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് 60 ആയിരിക്കും. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. സോ 180 മൈനസ് 60 എന്താണ്? പിന്നെ എന്താണ്?
180 മൈനസ് 60 ഡിഗ്രിയാണ്. സോ 120 ഡിഗ്രി തന്നെയാണ് അതും വരുന്നത്. ഓക്കെ അല്ലേ? ടോപ്പിക് എന്ന് പറയുന്നത് ഇത് തന്നെ. ഇപ്പൊ നമ്മൾ ഈ കോഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് സപ്ലിമെന്ററി ആംഗിൾ കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ അത് ആ കോഡിന് പകരം അത് ഡയമീറ്റർ ആണെങ്കിലോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഡയമീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡയമീറ്ററിൽ നിന്നും മേലോട്ടും താഴോട്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ലൈന് വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ആംഗിൾ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്കറിയാം ഡയമീറ്ററിൽ നിന്നും മേലോട്ട് പോകുന്ന ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. താഴോട്ട് വരുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു റെക്ടാംഗിൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്, ഡയമീറ്റർ വെച്ച് വരയ്ക്കുന്ന ടൈം ആണെങ്കിലും എന്താണ്, സപ്ലിമെന്ററി ആണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ മേലത്തെ 90 ഡിഗ്രി, താഴത്തെ ആംഗിൾ 90 ഡിഗ്രി, അഥവാ ഒന്ന് 90 + 90 = 180. സോ ദേ ആർ ഓൾസോ എന്താണ്, സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ആൻഡ് സർക്കിൾ എന്ന് പറയുന്ന പോർഷനിലേക്ക് കിടക്കാം. ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 4 ലൈനുകൾ പരസ്പരം എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്ന ഒരു പോർഷന് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ എ സർക്കിൾ? സർക്കിളിൽ ക്വാഡ്രിലാറ്ററലിന്റെ ഒരു യൂസും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? നമ്മളൊരു സർക്കിൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ആ കൺസിഡർ ചെയ്ത സർക്കിളിൽ എന്ത് ചെയ്യുന്നു, ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ ഫോം ആക്കുന്നു. ഈ 4 പൊസിഷനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ നമ്മുടെ ഈ സർക്കിളിന്റെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സർക്കിൾ പറയുന്നത്, അഥവാ ഇതിന്റെ ലോ വെച്ച് പറയുന്നത്, ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓരോ ഓപ്പോസിറ്റ് ആംഗിൾസും, ഇപ്പോൾ ABCD എന്ന് കൊടുക്കുകയാണെങ്കിൽ A ആംഗിൾ ആൻഡ് D ആംഗിൾ ഈസ് ഈക്വൽ ടു, അഥവാ A ആംഗിൾ പ്ലസ് D ആംഗിൾ ഈസ് ഈക്വൽ ടു 180. അഥവാ ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഇൻ എ സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളിൽ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. അതുകൊണ്ടാണ് സപ്ലിമെന്ററി എന്ന് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അഥവാ ഇപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 2 പോയിന്റ് നമ്മൾ മീറ്റപ്പ് ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതൊരു കോഡാണ്. സോ ഈ കോഡ് വെച്ച് നോക്കുന്ന ടൈമിൽ എന്താണ്, ഒരു കോഡ് വരച്ചിട്ട് അതിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണമെന്നില്ല. ഒരു കോഡ് വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന 2 ട്രയാംഗിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്, സപ്ലിമെന്ററി ആണ്. സോ ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്ത റിലേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ക്വാഡ്രിലാറ്ററലിലെ ഒരു ആംഗിൾ, ഈ 3 വെർട്ടീസസ് ഒഴിച്ച് വേറൊരു ആംഗിൾ എന്താണ്, ഒരു സർക്കിളിന്റെ പുറത്താണ് എന്ന് കൂട്ടിക്കോളൂ. ഈ സർക്കിളിന്റെ പുറത്താണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദാറ്റ് ആംഗിൾ ആൻഡ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ദാറ്റ് ആംഗിൾ ആണ്. അഥവാ നമ്മൾ സർക്കിൾ വരച്ചു, അതിലൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഒരു ആംഗിൾ എന്ത് ചെയ്യാണ്, സർക്കിളിന്റെ പുറത്താണ് നമ്മൾ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളും അതുപോലെ നമ്മളെ കീഴിൽ വരുന്ന അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കുന്നത്. അതെന്തായിരിക്കും, മറ്റേ റിലേഷൻ എന്ന് പറഞ്ഞാൽ 180 - x ആണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഈ റിലേഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ സർക്കിളിന്റെ ക്വാഡ്രിലാറ്ററൽ നമ്മൾ നോക്കുന്ന ടൈമിൽ ആ ക്വാഡ്രിലാറ്ററൽ ഈ സർക്കിളിന്റെ ഉള്ളിലാണ് വരുന്നത്, അഥവാ ഒരു ആംഗിൾ ഇതിന്റെ സർക്കിളിന്റെ ഉള്ളിലായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിലേഷൻ? ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പം എന്ത് ചെയ്യാം, അതിന്റെ പ്രൂഫിലേക്ക് കിടക്കാം. സോ സ്ക്രീനിലേക്ക് കിടക്കാം. സോ ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഒരു സർക്കിളിൻ്റെ പുറത്താണ് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ആംഗിൾ വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ ABCE എന്ന് പറയുന്നൊരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഈ CE എന്ന് പറയുന്ന ഈ കോഡ് എന്ത് ചെയ്യുക, കുറച്ച് നീട്ടിയിട്ട് പുറത്തോട്ട് ഒരു സർക്കിളിൻ്റെ പുറത്ത് നമ്മളൊരു ആംഗിൾ ഫോം ചെയ്യുന്നു, D എന്നൊരു ആംഗിൾ ഫോം ചെയ്യുന്നു. സോ നമുക്ക് അവിടുന്ന് മനസ്സിലാവും, നമുക്കറിയാം ആംഗിൾ B പ്ലസ് ആംഗിൾ AEC = 180 ഡിഗ്രിയാണ്. സോ ദേ ആർ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സപ്ലിമെൻ്ററി ആയിരിക്കും. സോ ആംഗിൾ AEC പ്ലസ് ആംഗിൾ B = 180 ഡിഗ്രിയാണ്. സോ നമുക്ക് അറിയാം ആംഗിൾ AEC എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയാംഗിൾ AED വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ DC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ എന്തായിരിക്കും, ആംഗിൾ EADയും അതുപോലെ ആംഗിൾ EDAയും കൂട്ടിയതായിരിക്കും എന്ത്, ആംഗിൾ AEC എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ആംഗിൾ AEC = ആംഗിൾ EAD പ്ലസ് ആംഗിൾ D. സോ ദെർഫോർ ആംഗിൾ D ഈസ് ലെസ് ദാൻ ആംഗിൾ AEC. AECയെക്കാട്ടിലും ചെറിയ ആംഗിളാണ് ആംഗിൾ D എന്ന് നമ്മൾക്ക് മനസ്സിലായി. അത് നമ്മൾ ഇതിന് മുന്നേ മറ്റേ 2 കോഡ്സ് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. സോ എന്താണ് വരുന്നത്, അതിൻ്റെ ചെറുതായ ആംഗിൾ കാരണം എന്ത് ചെയ്യും, ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്ക് 180 ഡിഗ്രി കിട്ടൂല. സോ ദേ ആർ നോട്ട് സപ്ലിമെൻ്ററി ആൻഡ് ആൾസോ ആംഗിൾ ഡി ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. ഇനി നമ്മളത് സർക്കിളിൻ്റെ ഉള്ളിലേക്കാണത്
നമ്മൾ ഒരു ആംഗിൾ ചുരുങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ AECB എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ D എന്ന് പറയുന്ന ഒരു ആംഗിൾ എന്ത് ചെയ്യുക, ഉള്ളിലോട്ടാക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ ആംഗിൾ B പ്ലസ് ആംഗിൾ E ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ദെർഫോർ ആംഗിൾ ADC ഈക്വൽ ടു എന്താണ്, ആംഗിൾ E പ്ലസ് ആംഗിൾ EAD കൂട്ടിയതാണ്. 180 മൈനസ് അങ്ങനെ വരുന്നതാണ് നമുക്കറിയാം. അത് EC എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ അതിൽ AD എന്ന് പറയുന്ന ലൈന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ EAD പ്ലസ് ആംഗിൾ E ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ആംഗിൾ ADC ആയിരിക്കും. സോ ആംഗിൾ ADC ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ E ആണ്. ഓക്കെ അല്ലേ? ഫ്രം ദ റിലേഷൻ 3 and 4 നമുക്ക് മനസ്സിലാവും ആംഗിൾ B പ്ലസ് ആംഗിൾ ADC ഈസ് ഗ്രേറ്റർ ദാൻ 180. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ADCയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 180യേക്കാൾ വലിയ ഒരു ആംഗിളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്ന ടോപ്പിക്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള ടു കോഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ടു കോഡ്സ്? നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡയമീറ്റർ അല്ലാതെ 2 ലൈനുകൾ, ഈ സർക്കിളിൽ തട്ടുന്ന 2 ലൈനുകൾ വരക്കാം. പക്ഷെ അതെന്ത് ചെയ്യണം, പരസ്പരം തട്ടണം. ഓക്കെ, പരസ്പരം തട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ സർക്കിളിൽ ലൈ ചെയ്യാൻ. സോ അതിന് മുന്നേ അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡയമീറ്റർ വരയ്ക്കുകയാണ്. ഈ ഡയമീറ്റർ വരച്ചതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വേറൊരു ഡയമീറ്ററും കൂടി വരച്ചാൽ, അഥവാ ഇങ്ങനൊരു ഡയമീറ്ററും ഈ ടൈപ്പിലൊരു ഡയമീറ്റർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ 4 സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ എന്താണ്, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം, ഒരു സെക്ടർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 4 സെക്ടർ എന്തായിരിക്കും, ഈക്വൽ ഏരിയയും കാര്യങ്ങളും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ കോഡ്സ് ഡയമീറ്റർ അല്ലാതെയാണ് നമ്മൾ വരക്കുന്നത് എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോഡ് വരക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, അതിനെ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്നൊരു വേറൊരു കോഡും കൂടി വരച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു കോഡിനെ AB എന്നും മറ്റൊരു കോഡിനെ CD എന്നും കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർസെക്ഷൻ ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ 2 കോഡും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റ് നമ്മൾ P എന്നുകൊണ്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, അത് നമ്മൾ കൂട്ടി വരച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ട്രയാങ്കിൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. 2 ട്രയാങ്കിൾ ഫോം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ട്രയാങ്കിൾ ആംഗിളും കാര്യങ്ങളൊക്കെ സെയിം ആണ്, നമുക്കറിയുന്നതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് PA/PC is equal to PD/PB. ഓക്കെ, PA/PC is equal to PD/PB. സോ അതിൽ നിന്ന് വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു PA/PB is equal to PC/PD. ഓക്കെ അല്ലേ, PA/PB is equal to PC/PD. അതൊരു റേഷ്യോ മോഡലാണ് വരുന്നത്. ഓക്കെ, PA/PB is equal to PC/PD. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റിൽ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇഫ് 2 chords of a circle intersect within the circle, then product of the parts of the 2 chords are equal. ഓക്കെ, ആ ഡെഫിനേഷൻ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അഥവാ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യാണ്, അതിൽ 2 കോഡുകൾ ഇന്റർസെക്ട് ചെയ്ത് വരികയാണെങ്കിൽ ആ 2 കോഡിൻ്റെയും ആ ഒരു കോഡ് ഇന്റർസെക്ട് ചെയ്യുന്ന പാർട്ടും അതിൻ്റെ അപ്പുറത്തുള്ള പാർട്ടിൻ്റെയും മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് മറ്റൊരു കോഡിൻ്റെ ഇന്റർസെക്ട് ചെയ്യുന്ന വരെയുള്ള ഒരു പാർട്ടും അതിൻ്റെ മറ്റൊരു പാർട്ടും ആയിരിക്കും, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, PA/PB is equal to PC/PD. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കിളിൽ 2 കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരക്കുന്നു. പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലെ ഏറ്റവും ഇപ്പോൾ നമ്മൾ അതിനെ അതേപോലെ ABCD എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ സെൻറ്റർ പോയിന്റ് P എന്ന് കൊടുക്കുകയാണെങ്കിൽ PB എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മൾ ആ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചതിന് ശേഷം അതിൽ നിന്നും നമ്മൾ PA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ഫോം ചെയ്യുകയാണെന്ന് വെച്ചോളൂ. നമ്മൾ റെക്റ്റാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ PC എന്ന് പറയുന്ന ലൈൻ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം ആ PC-യിൽ നിന്നും നമ്മൾ അടിയിലോട്ട് വേറെ റെക്റ്റാങ്കിൾ നമ്മൾ വരക്കുന്നു. അതിൻ്റെ വിഡ്ത്തായിട്ട് അതിൻ്റെ ഹൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ PD കൺസിഡർ ചെയ്ത് നമ്മൾ വരക്കുകയാണെങ്കിൽ എന്താണ്, ആ 2 റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മളിവിടെ ഫിഗർ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇവിടെ ഫിഗർ വെച്ചാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഒന്നും കൂടി പറയാം, നമ്മളൊരു സർക്കിൾ നമ്മൾ എന്ത് ചെയ്യാണ് നോക്കുന്ന ടൈമിൽ PA അഥവാ ABCD എന്ന് പറയുന്ന 2 കോഡ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ PB എന്ന് പറയുന്ന ചെറിയ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ നമ്മൾ എടുത്തിട്ട് Pയിൽ നിന്നും വരച്ച് അഥവാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ വരച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, PA എന്ന് പറയുന്ന ലെങ്ത്തിൽ നമ്മൾ റെക്റ്റാങ്കിൾ അവിടെ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പി സി എന്ന് പറയുന്ന ലെങ്ത് കൊണ്ട് നമ്മൾ താഴത്തോട്ട് വരക്കുന്ന ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ ലെങ്ത് ആയിട്ട് പി ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ നമുക്ക് രണ്ട് റെക്റ്റാങ്കിൾ കിട്ടും. ഈ രണ്ട് റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അഥവാ സെയിം ആയിരിക്കും എന്നാണ് അതിൽ നിന്നും പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഇതുപോലെ ഒരു സർക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ഈ സർക്കിൾ എന്ത് ചെയ്യുക, ഡയമീറ്റർ ആയിട്ട് ഒരു കോഡിനെ എടുക്കുക. ഡയമീറ്റർ ആയിട്ട് ഒരു കോഡിനെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു കോഡ് അതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എ ബി സി ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. പക്ഷേ ഇവിടെ പി സി ഇസ് ഈക്വൽ ടു പി ഡി ആണ്. കാരണം എന്താണ്, എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ പി സി എന്ന് പറയുന്നത് പി ഡി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ എന്ത് ചെയ്യും, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. സോ അതാണ് രണ്ടാമത്തത്, അഥവാ പി എ ഇൻറ്റു പി ബി സിക്വൽ ടു പി സി സ്ക്വയർ എന്നാണ് അടുത്ത രീതിയിൽ വരുന്ന ടു കോഡ്സിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ ടു കോഡ്സിൽ ടു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരേ രീതിയിലുള്ള ഒരേ ഏരിയയിലുള്ള റെക്റ്റാങ്കിളും സ്ക്വയറും വരക്കാൻ പറ്റുന്നതാണ്. ഒരു റെക്റ്റാങ്കിൾ ഒരു ഏരിയയിലുള്ള റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലായിട്ടുള്ള വേറൊരു സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടു കോഡ്സ് യൂസ് ചെയ്ത് വരക്കാം. അത് എങ്ങനെയെന്ന് പറയാം. നമ്മൾ സാധാരണ ഒരു റെക്റ്റാങ്കിൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനൊരു ലെങ്ത്തും ഉണ്ട് വിഡ്ത്തും ഉണ്ട് നമുക്കറിയാം. സോ ഇനി എന്ത് ചെയ്യുക, ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിനോട് കൂടെ അതിൻ്റെ വിഡ്ത്ത് നമ്മൾ അളന്നിട്ട് ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ലെങ്ത്തിൻ്റെ കൂടെ വിഡ്ത്തും പാടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലൈൻ കിട്ടും. എന്നിട്ട് ആ ലൈനിൻ്റെ എന്ത് ചെയ്യുക, സെൻറ്റർ പൊസിഷൻ കാണാം. ആ ലൈനിൻ്റെ സെൻറ്റർ പൊസിഷൻ കാണാം. ആ ലൈനിൻ്റെ സെൻറ്റർ പൊസിഷൻ കണ്ടതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെമി സർക്കിൾ താഴത്തോട്ട് വരയ്ക്കുക. അവിടെ നിന്നും ഒരു സെമി സർക്കിൾ നമ്മൾ എന്ത് ചെയ്യുക, താഴത്തോട്ട് വരയ്ക്കുക. ഈ സെമി സർക്കിൾ താഴത്തോട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിലെ വിഡ്ത്ത് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. ആ വിഡ്ത്ത് എന്ന് പറയുന്ന ആ ലൈനിൽ നിന്നും അടിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ അടിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് വരാൻ പോകുന്ന ആ സ്ക്വയറിൻ്റെ ഒരു സൈഡായിട്ടാണ് നമുക്ക് അതിൽ ലെങ്ത് കിട്ടുന്നത്. സോ എന്ത് ചെയ്യുക, ആ ലെങ്ത് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അവിടെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മുകളിൽ തന്നിരിക്കുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയ ആയിരിക്കും. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, റെക്റ്റാങ്കിളിൽ നിന്നും സ്ക്വയർ വരക്കുന്ന ടു കോഡ്സ് യൂസ് ചെയ്തിട്ട് വരക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പി എ ഇൻറ്റു പി ബി ഇസ് ടു പി സി സ്ക്വയർ ഈ രൂപത്തിൽ ഇനി എങ്ങനെ വരക്കാമെന്നാണ്. ഓക്കെ, ഈ പി എ ഇൻറ്റു പി ബി ഇസ് ടു പി സി സ്ക്വയർ എന്നുള്ള രൂപം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളോടിപ്പോൾ നമുക്ക് വരക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ക്വയർ ഏരിയയുള്ള ഒരു സർക്കിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, 6 എന്ന് പറയുന്ന സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സൈഡ് എന്ന് പറയുന്നത് √6 വെച്ചിട്ട് എടുക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 6 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഏരിയയിലുള്ള ഒരു സ്ക്വയർ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുക, ടു കോഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പി സി എന്ന് പറയുന്നത് എത്രയാവണം, പി സി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 6 എന്ന് കിട്ടണം. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 6 എന്ന് കിട്ടണമെങ്കിൽ ഏതെങ്കിലും രണ്ട് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് സംഖ്യ നമ്മൾ അത് ആദ്യം എടുക്കുക. അപ്പോൾ 6 എന്ന് പറയുന്നത് 3 × 2 ആയിട്ട് നമുക്ക് എടുക്കാം. 3 × 2 = 6. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം 3 + 2 5, ഈ 5 വെച്ചിട്ട് 5 സെന്റിമീറ്ററിലുള്ള ഒരു ലൈന് നമ്മൾ എന്ത് ചെയ്യുക, വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 5 സെന്റിമീറ്ററിൽ വരച്ച ലൈനിൽ 3ഉം 2ഉം മാറി അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 5 സെന്റിമീറ്ററിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 സെന്റിമീറ്റർ ഡയമീറ്റർ വരുന്ന രൂപത്തിൽ ഒരു സെമി സർക്കിൾ വരക്കാം. എന്നിട്ട് ഈ സെമി സർക്കിൾ വരച്ചതിന് ശേഷം ഈ 3 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും മാറ്റി വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ നമ്മുടെ ആർക്കിലേക്ക് അഥവാ ഈ സെമി സർക്കിളിന്റെ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കുക. ആ കിട്ടുന്ന ലൈൻ എന്തായിരിക്കും, √6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ലൈനിൽ തന്നെ എടുത്തിട്ട് നമുക്ക് മേലെയും താഴെയും കോമ്പസ് കൊണ്ട് വെച്ച് വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ സ്ക്വയർ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് √6 × √6 അഥവാ 6 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്യും, വരും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതിൽ വരുന്ന കുറച്ച് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ് യു എൻജോയ് അവർ വീഡിയോ ആൻഡ് അക്വയർ നോളജ്. സോ ഇതെന്ത് ചെയ്യുക, ആവശ്യമുള്ള 10th SSLC പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊരു ഉപകാരപ്രദമാകട്ടെ. സോ ഐ ആം സൈനിങ് ഓഫ്. Thank you.